BDSM ബോണ്ടേജ് ഡിസിപ്ലിൻ സഡോമസോക്കിസം സ്വയം പീഡനം അനുഭവിക്കുന്നതിലൂടെയും അന്യരെ പീഡിപ്പിക്കുന്നതിലുമൊക്കെ ആനന്ദം കണ്ടെത്തുന്ന ഒരു ലൈംഗിക പ്രവൃത്തി. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് BDSM സുരക്ഷിതമായ ഒരു സെക്ഷുവൽ ആക്ടിവിറ്റി ആണോ അല്ലയോ എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണല്ലേ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണം. ഈ ലൈംഗിക പ്രശ്നങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഭൂരിഭാഗം പ്രശ്നങ്ങളും, അതായത് ഏകദേശം 80 മുതൽ 90% വരെയുള്ള പ്രശ്നങ്ങളും ഒരു ഡോക്ടറിൻ്റെ അടുക്ക പോയി മരുന്ന് കഴിച്ച് ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗമൊന്നുമല്ല. അതുണ്ടാകുന്ന പ്രധാനമായിട്ടും നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മളുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ്. നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും ഒക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ സെക്സിലുള്ള താല്പര്യത്തിലും പല ലൈംഗിക ആഗ്രഹങ്ങളുടെ താല്പര്യത്തിലും ഒരു സ്ത്രീക്കും പുരുഷനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അവർ ഈ സെക്സിലുള്ള താല്പര്യവും ലൈംഗിക ആഗ്രഹങ്ങളും ഒക്കെ എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് അവരുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ ഉണ്ടാക്കിയ കഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ്. അപ്പം എന്താണ് ഈ കഥകൾ? പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള മിക്ക സമൂഹങ്ങളിലും ഈ അടുത്ത കാലം വരെ പഠിപ്പിച്ചിരുന്ന കഥയെന്ന് പറയുന്നത് പുരുഷന്റെ ലൈംഗികത വളരെ പരുഷവും ആക്രമണ സ്വഭാവമുള്ളതാണെന്നും സ്ത്രീകൾ സെക്സിൽ നിന്ന് കുലീനതയും സൗമ്യതയും ഒക്കെയാണ് ആഗ്രഹിക്കുന്നത് എന്നുമായിരുന്നു. മിക്ക പാശ്ചാത്യ സമൂഹങ്ങളും ഈ സ്ത്രീയും പുരുഷനും തമ്മിൽ ലൈംഗിക ആഗ്രഹങ്ങളിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു വ്യത്യാസം ഒരു ബയോളജിക്കൽ റിയാലിറ്റി ആയിട്ടാണ് കണ്ടിരുന്നത്. ഈ ഒരു കാഴ്ചപ്പാടിൽ മാറ്റം സംഭവിച്ചത് വെറും 12 കൊല്ലം മുമ്പായിരുന്നു. എന്തായിരുന്നു ആ മാറ്റത്തിൻ്റെ കാരണം? അതിൻ്റെ ഉത്തരം ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ BDSM പോലെയുള്ള ആക്രമണ സ്വഭാവമുള്ള ലൈംഗിക പ്രവർത്തികളിൽ പങ്കെടുക്കുന്നവർ ചെയ്യുന്ന ചില പ്രവർത്തികൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ആദ്യത്തേതാണ് സ്പാങ്കിങ്. കൈകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടോ ഒരു വ്യക്തിയുടെ പിൻഭാഗത്തടിക്കുന്നതിനാണ് സ്പാങ്കിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് സ്ലാപ്പിംഗ്, അതായത് കരണത്തടിക്കുക. 3 ഹെയർ പുള്ളിങ്, മുടിയിൽ പിടിച്ച് വലിക്കുക. 4 ചോക്കിംഗ്, കഴുത്ത് ഞെരിക്കുക. 5 റെസ്ട്രെയിൻറ്റ്, ബന്ധനത്തിലാക്കുക. 2017 അമേരിക്കയിൽ നടത്തിയ ഒരു പഠനപ്രകാരം സ്ത്രീകൾക്ക് BDSMത്തെ പറ്റി പറയാനുള്ളത് ഇതായിരുന്നു: എവറി ടൈം ഐ വാച്ച് പോൺ ഐ ലുക്ക് ഫോർ BDSM ഓർ ഡോമിനൻസ്. എല്ലാ തവണയും പോൺ കാണുമ്പോൾ ഞാൻ BDSM സെർച്ച് ചെയ്യാറുണ്ട്. ഐ ഫൈൻഡ് സ്പാങ്കിങ്, സ്പിറ്റിംഗ്, ചോക്കിംഗ് ആൻഡ് ഫേഷ്യൽസ് വെരി അറൗസിങ്. BDSMത്തിൽ കാണിക്കുന്ന സ്പാങ്കിങ്, ചോക്കിങ് പോലെയുള്ള പ്രവർത്തികൾ എൻ്റെ ലൈംഗിക ആഗ്രഹങ്ങളെ വളരെയധികം ഉണർത്താറുണ്ട്. I love BDSM porn. The aggression is exciting and arousing. എനിക്ക് BDSM porn ഇഷ്ടമാണ്. അതിൽ കാണിക്കുന്ന ആക്രമണ സ്വഭാവമുള്ള ലൈംഗിക പ്രവർത്തികൾ സെക്ഷുവലി വളരെ എക്സൈറ്റിംഗ് ആണ്. I like it when one person totally dominates another. ലൈംഗികതയിൽ ഒരാൾ മറ്റൊരാളെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഈ BDSMത്തിലെ സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുന്നത് വ്യക്തമായ കോൺട്രാക്റ്റുകളുടെയും ധാരണകളുടെയും ചർച്ചകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഈ BDSMത്തിൽ പങ്കെടുക്കുന്നവർ തമ്മിലുണ്ട്. അതിൻ്റെ അർത്ഥം ഈ BDSM യാതൊരു അപകടവുമില്ലാത്ത ഒരു ലൈംഗിക പ്രവൃത്തിയാണ് എന്നുള്ളതല്ല. ഇതിൽ പങ്കെടുക്കുന്ന പല വ്യക്തികൾക്കും അപകടമുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പൊള്ളൽ, പ്രഹരമേറ്റതിൻ്റെ പാടുകൾ, നെർവുകളിലെ ക്ഷതം, മുറിവുകൾ, അത് ഇൻഫെക്ഷൻ ആകാനുള്ള സാധ്യത, അങ്ങനെ തുടങ്ങിയ പല അപകടവും. അതുപോലെ തന്നെ നിങ്ങൾ ഒരു സ്റ്റെറിലൈസ് ചെയ്യാത്തൊരു സൂചി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് ഉണ്ടായേക്കാവുന്ന ലൈംഗിക രോഗങ്ങളും പിടിപെടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ BDSMത്തിൽ പങ്കെടുത്ത 1200 വ്യക്തികളിൽ നടത്തിയ ഒരു പഠനപ്രകാരം ഏകദേശം 10% മുകളിലുള്ള ആളുകളിൽ പരിക്കുകൾ സംഭവിച്ചതായിട്ട് കണ്ടെത്തിയിരുന്നു. ഇതിൽ പലർക്കും പിറ്റേ ദിവസം ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വരെ ഉണ്ടാവുകയുണ്ടായി. ഈ BDSM പോലെയുള്ള ലൈംഗിക പ്രവർത്തികളിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ ഒരു അപകടമോ മുറിവോ പറ്റിയാൽ ഡോക്ടർമാരുടെ അടുക്ക പലപ്പോഴും പോകാറില്ല. അഥവാ പോയാൽ തന്നെ അവരെ ഈ അപകടം അല്ലെങ്കിൽ മുറിവ് എങ്ങനെയുണ്ടായി എന്ന് പലപ്പോഴും പറയാറുമില്ല. അതിൻ്റെ കാരണം നമ്മളുടെ സമൂഹത്തിലെ ബഹുഭൂരിഭാഗം ഡോക്ടർമാരും ഈ BDSM പോലെയുള്ള ലൈംഗിക പ്രവർത്തികളെ വളരെയധികം മുൻവിധിയോടുകൂടിയും സദാചാര ബോധത്തോടും കൂടിയൊക്കെയാണ് കാണുന്നത്. അപ്പം ഈ ഒരു കാഴ്ചപ്പാടിൽ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സമഗ്രമായിട്ടുള്ള ഒരു ലൈംഗിക വിദ്യാഭ്യാസം കൂടെ ആവശ്യമാണ്. അങ്ങനെ ഒരു സമഗ്രമായ ലൈംഗിക വിദ്യാഭ്യാസം ഇന്നും നമ്മളുടെ ഇന്ത്യൻ മെഡിക്കൽ കരിക്കുലത്തിൽ ഇല്ല. നിങ്ങൾ BDSM പോലെ അപകട സാധ്യതയുള്ള ഒരു ലൈംഗിക പ്രവൃത്തിയിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 2 കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. 1, BDSMത്തെ പറ്റി കൂടുതൽ പഠിച്ച് പൂർണ്ണ അറിവോടും ബോധത്തോടും സുരക്ഷിത ബോധത്തോടും കൂടെ വേണം പങ്കെടുക്കാൻ. 2, ആൽക്കഹോൾ, ഡ്രഗ്സ് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ ഈ BDSMത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക.
അപ്പോൾ ഇത്രയൊക്കെയുള്ള എനിക്ക് നിങ്ങളോട് ഇന്ന് BDSത്തിൻ്റെ സുരക്ഷയെപ്പറ്റി സംസാരിക്കാനുള്ളത്. ഈ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമൊത്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും പുതിയ വിഷയമുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക, തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. So until next time, this is Sangeet Sebastian signing off for VWalk. Just sex, no shame.